ഞാനും NF വർഗീസ് ചേട്ടനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദിലീപ് അന്ന് കരഞ്ഞു ആകെ. ദിലീപ് പറയണത് ഞാൻ തെറ്റന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ അതിന് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയേണ്ട കാര്യമുണ്ടോ? കമലിൻ്റെയൊക്കെ പടത്തിൽ എന്തെങ്കിലും ഒന്ന് അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ അത് നടക്കില്ല. കാരണം ദിലീപ് അവിടെ ഉണ്ടല്ലോ, അവൻ മുടക്കും. ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് വർഗീസിന്റെ കാര്യത്തിൽ ഞാൻ കണ്ടതാണ്. നാടകത്തിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് എത്ര ലെങ്തി ഡയലോഗും കാണാതെ പഠിച്ച് പ്രോംപ്റ്റിംഗ് ഒന്നും ഇല്ലാതെ പറയും. 12 മണിയൊക്കെ ആയപ്പോൾ ഒരു സ്ഥലത്ത് ദിലീപ് ഇദ്ദേഹത്തിനെ അടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ മെല്ലെ അഴിഞ്ഞ് വീടിനകത്തേക്ക് കയറിപ്പോകും. പിന്നെ വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള ഒരാളാണ്. മനസ്സിൽ എന്താണോ അത് അപ്പം തന്നെ പറയും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. NF വർഗീസ് ചേട്ടന് ആദ്യം നമ്മൾ അറിയുന്നത് കൊച്ചിൻ ഹരിശ്രീയുടെ മിമിക്സ് പരേഡിന്റെ അനൗൺസറായിട്ടാണ്. നമ്മുടെ നീതിന്യായ കോടതിയെക്കുറിച്ച് ജനങ്ങൾക്കുള്ള വിശ്വാസം വളരെ കുറഞ്ഞിരിക്കുന്നു. ഇവിടെ സമർത്ഥനായ ഒരു അഡ്വക്കേറ്റ് തന്റെ കക്ഷികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ കേസ് എങ്ങനെ വളച്ചൊടിക്കുന്നു. അതിൽ ചില കഥാപാത്രങ്ങൾ ചെയ്യും സ്കിറ്റുകളിൽ. അനൗൺസ് ഘനഗംഭീരമായ ശബ്ദത്തിലുള്ള കൊച്ചിൻ ഹരിശ്രീയുടെ മിമിക്സ് പരേഡിന്റെ അനൗൺസറായിട്ട് NF വർഗീസ് ചേട്ടനെ നമ്മളൊക്കെ അറിയുന്നത്. ആ കാലത്ത് മിമിക്രി വീഡിയോ കാസറ്റുകളിലൊക്കെ അദ്ദേഹം സജീവമായിട്ട് ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ കള്ളന്മാർക്ക് പോലീസുകാരെ പേടിയില്ലെന്നാണ് വയ്പ്. എന്നാലും തോക്കു ചൂണ്ടി നിൽക്കുന്ന പോലീസുകാരെ ഭയപ്പെടാത്തവരുണ്ടോ? അനങ്ങി പോകരുത്. നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? ഒരു കള്ളനും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഇതുവരെ കേട്ടത് കുറ്റവാളി എന്ന റേഡിയോ നാടകത്തിന്റെ 38ാം ഭാഗം. തന്റെ അഭിനയം പോലെ ഇരിക്കും ഈ കേസിന്റെ വിജയം. തന്റെ അഭിനയം കലക്കിട്ടാ. അപ്പേ ബാക്കി തരാനല്ലേ വക്കീൽ ഫീസ് 3000 രൂപ. അതുകൂടെ ഒന്ന് വക്കീൽ ഫീസ് 3000 രൂപ. വിഷ്ണുലോകം എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപ് വന്നതിന് ശേഷം ആണ് ദിലീപ് ഹരിശ്രീയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ NF വർഗീസ് ചേട്ടനെ കുറിച്ചുള്ള കഥകളും തമാശകളും ഒക്കെ ദിലീപ് പറഞ്ഞിട്ട് നമുക്ക് NF വർഗീസിനെ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അദ്ദേഹത്തെ നല്ല പരിചയമുണ്ട്. ആയുഷ്കാലം എന്ന് പറയുന്ന സിനിമയുടെ പ്ലാനിങ്ങുകൾ നടക്കുന്നു. അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി. അപ്പോൾ അതിൽ ഒരു ജയിലറുടെ ഒരു ക്യാരക്ടറുണ്ട്. ഒരു 2-3 സീനുകളാണ് സിനിമയിലുള്ളത്. ഒരു ജയിലർ ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ ആര് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പല പേരുകളും പറയുന്നതിൻ്റെ ഇടയിൽ ദിലീപ് കമൽ സാറിനോട് പറഞ്ഞു, സാർ അത് NF വർഗീസിന് ചേട്ടന് കൊടുക്കണം. അപ്പോൾ കമൽ സാർ അതെന്താ നിനക്ക്? അപ്പോൾ അവൻ ഒന്നുമല്ല, ഞാനും NF വർഗീസ് ചേട്ടനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതായത് ഹരിശ്രീയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നൊരു ദിവസം ഓസ്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ എതിർ ഗ്രൂപ്പാണ്, മിമിക്രി ഗ്രൂപ്പാണ്, അഭിയൊക്കെ നയിക്കുന്ന ഗ്രൂപ്പാണ് ഓസ്കാർ. ബേബി പെട്ട എന്ന് പറഞ്ഞ ആളായിരുന്നു ആ സമയത്ത് അതിൻ്റെ ഓണർ. അപ്പം അവർക്ക് നാദൃശ്യം അഭിയൊക്കെ ആ ഗ്രൂപ്പിലാണ്, ഓസ്കാറിലാണ്. കൊച്ചിൻ ഓസ്കാർ ആദ്യം മാളച്ചേട്ടൻ്റെ ആയിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ ആയിരുന്നു അഭിയും നാദൃശ്യൊക്കെ ഉണ്ടായിരുന്നത്. ദിലീപ് നാദൃശ്യം അഭിയൊക്കെ ആയിട്ട് നല്ല സൗഹൃദമാണ്. അപ്പോൾ അവരുടെ പ്രോഗ്രാമിന് ഒരാൾ കുറവുണ്ടായിരുന്ന ഒരു ദിവസം അവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ദിലീപ് അവരോടൊപ്പം പോവാമെന്ന് പറഞ്ഞു. അപ്പം ചെയ്യുന്നത് തെറ്റാണ്. ഹരിശ്രീക്ക് പ്രോഗ്രാമുള്ള ദിവസമാണ് ദിലീപ് ഓസ്കാറിൻ്റെ കൂടെ പ്രോഗ്രാമിന് പോയത്. ദിലീപ് വിചാരിച്ച ഹരിശ്രീയിൽ ഇപ്പോൾ ദിലീപ് അന്നില്ലെങ്കിലും ബാക്കി എല്ലാവർക്കും മാനേജ് ചെയ്യാവുന്നതേ അത് ഒരാളില്ലെങ്കിലൊക്കെ അവർ മാനേജ് ചെയ്യാറുണ്ട്. ഇവിടെയാണെങ്കിൽ പ്രധാനപ്പെട്ട ആരോ 2-3 പേരോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർ കൂട്ടുകാരായതുകൊണ്ട് അവർ വിളിച്ചപ്പോൾ ഒരു സഹായം എന്നുള്ള നിലയിൽ അതിൻ്റെ സീരിയസ്നെസ് ആലോചിക്കാതെ ചെയ്തതാണ്. അത് കഴിഞ്ഞ് ദിലീപ് ഹരിശ്രീയിൽ ചെന്നപ്പോൾ ഹരിശ്രീയുടെ മാനേജർ ഒക്കെ NF വർഗീസ് ചേട്ടനാണ്. NF വർഗീസ് ചേട്ടൻ വളരെ ക്രൂരമായ ഒരു ചീത്ത ദിലീപിനെ പറഞ്ഞു. അമ്മയെയും അച്ഛനെയും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചീത്ത വിളിയായിരുന്നു. ദിലീപ് അന്ന് കരഞ്ഞു ആകെ. ദിലീപ് പറയണത് ഞാൻ തെറ്റന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ അതിന് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞു. വർഗീസ് ചേട്ടനും അപ്പോഴത്തെ ദേഷ്യത്തിന് അറിയാണ്ട് പറഞ്ഞു പോയതാണ്. അപ്പം പിന്നെ അയാൾക്കൊരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് ദിലീപ് കമൽ സാറിൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി എന്ന് അറിഞ്ഞപ്പോൾ NF വർഗീസ് ചേട്ടൻ പറഞ്ഞു പോലും കമലിൻ്റെയൊക്കെ പടത്തിൽ എന്തെങ്കിലും ഒന്ന് അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ അത് നടക്കില്ല, കാരണം ദിലീപ് അവിടെ ഉണ്ടല്ലോ, അവൻ മുടക്കും എന്ന് ആരോടോ പറഞ്ഞു. അത് അവർ ദിലീപിനോട് പറഞ്ഞു. അപ്പോൾ ദിലീപ് പറഞ്ഞു, ഞാനങ്ങനെ പ്രതികാരം സൂക്ഷിക്കുന്ന ഒരാളല്ല സാർ,
ഇപ്പോൾ ഇവിടെ ഇങ്ങനെ റോൾ ഉണ്ടെന്നുള്ളത് പുള്ളി അറിഞ്ഞിട്ടുണ്ട്, പുള്ളീനെ ചർച്ചയിലുണ്ട് എന്നുള്ളതും പുള്ളി അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ തലയിൽ വരും, ഞാനത് മുടക്കിയെന്ന് പുള്ളി വിചാരിക്കും. പുള്ളി അങ്ങനെ വിചാരിച്ചുകൊണ്ട് ദിലീപിന് യാതൊരു നഷ്ടമില്ല. ദിലീപ് അപ്പോഴേക്കും ട്രാക്കൊക്കെ മാറിപ്പോയി കഴിഞ്ഞിരുന്നു. പക്ഷെ ദിലീപ് അത് അദ്ദേഹത്തിന് വിഷമമാവും എന്നുള്ളതുകൊണ്ട് കമൽ സാറിന് നിർബന്ധമായിട്ട് എന്നെ ഫർഗീസിന് അവസരം കൊടുക്കണമെന്നുണ്ട്. ഞാനും കമൽ സാറിനോട് പറഞ്ഞു അത് കൊടുത്തേക്കെ സാർ, നമുക്ക് ആരായാലും എന്താ, അയാൾ നന്നായിട്ട് അഭിനയിക്കും എന്തായാലും, ആ ക്യാരക്ടറിൻ്റെ പ്രായത്തിനൊക്കെ മാച്ച് വേണം. അങ്ങനെ എന്നെ ഫർഗീസിന് ആ സിനിമയിൽ അഭിനയിപ്പിച്ചു. അതിന്റെ കാരണം ദിലീപാണ്. ഒന്നാന്തരം വക്കീലുമാര് തലങ്ങും വിലങ്ങും കേസ് വാദിക്കും, ഒടുക്കം പുഷ്പം പോലെ ബ്രൂണോ തടി തപ്പും. അതാ പതിവ്. എന്താ സാറേ കാണിച്ചത്? ബ്രൂണോ ഹീസ് അൺകോൺഷ്യസ്. എന്റെ കൈക്ക് ഇത്ര കരുത്തുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ആംബുലൻസ് വിളിക്കും. അങ്ങനെയാണ് എന്നെ ഫർഗീസായിട്ടിനെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം അത് കഴിഞ്ഞ് പിന്നീട് എന്നെ ഫർഗീസിന് ജോഷിയേട്ടൻ്റെ ഒക്കെ പടങ്ങളിലൊക്കെ അവസരം കിട്ടി. ഒരുപാട് നല്ല റോളുകൾ കിട്ടി. മലയാളത്തിൽ സജീവമായിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ഉണ്ടാവുന്നത്. നിന്റെ മോൻ എന്റെ വണ്ടിയുടെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചപ്പോ ഞാൻ അവന്റെ പേര് കുറിച്ചിട്ടതാ. വണ്ടി അബദ്ധത്തിൽ മുട്ടിയൊന്നുമല്ലടാ, ഞാൻ മുട്ടിച്ചതാ. AK-47 ആന്റൺ കലനസ്കോവ് 47 ഇറാഖിലേക്ക് റോക്കറ്റ് വിട്ട് കളിക്കുന്ന അമേരിക്കയ്ക്കും ബംഗ്ലാദേശിനും ഒരുപോലെ പ്രിയപ്പെട്ടവൻ. ഈ നിൽക്കുന്ന വിശ്വനാഥനെ ഇടിച്ചു താഴ്ത്താനും വിശ്വനാഥനെ എക്സ്പോസ് ചെയ്യാനും വിശ്വനാഥനെ നശിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് അച്ചു നിരത്തിയവനാ ശേഖരൻ. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് ഈ ഒക്കടയിൽ ഇങ്ങനെ ചേടി നടക്കുന്ന 1.5 ചാണിന്റെ പിസ്റ്റലല്ല, ഗണ്ണ്, നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. വർഗീസേട്ടൻ്റെ ആദ്യ കാലങ്ങളിൽ അഭിനയിക്കാൻ അവസരങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടത് കിട്ടാതിരുന്നപ്പോൾ ആരോ പറഞ്ഞു, ഈ മൂക്ക് ഇവിടെ ഇത്തിരി പതിഞ്ഞ മൂക്കായതുകൊണ്ട് സിനിമയിൽ ഇത്തിരി നിവർന്ന മൂക്കുണ്ടെങ്കിലേ അവസരം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തു, മൂക്കൊന്ന് ശരിയാക്കി. അങ്ങനെ അത് ശരിയാക്കി തിരിച്ചു വന്നിട്ടുള്ള അടുത്ത ദിവസങ്ങളിൽ ഒരു ബൈക്ക് ആക്സിഡൻറ്റ്, സ്കൂട്ടർ ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ കൈ ഒടിഞ്ഞു. കൈ സർജറി ഭയങ്കര കുഴപ്പമായി. അപ്പോൾ ആ കൈയിൻ്റെ പ്രോബ്ലം വന്നപ്പോൾ പുള്ളി ഇനി സിനിമയിൽ ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ ഫുള്ളായിട്ട് നിവർത്താനൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ അതിനുശേഷമാണ് അദ്ദേഹത്തിന് നല്ല റോളുകളൊക്കെ സിനിമയിൽ കിട്ടിയത്. കരുത്തും കയ്യൂക്കുമുള്ള അംഗരക്ഷകന്മാരെ കൊണ്ട് താൻ തന്നെ കണക്കുകൾ നേരിട്ട് തീർപ്പിക്കാമെന്നായെങ്കിൽ പിന്നെ മേലാൽ ഒരു തവണ കൂടി ഇങ്ങനെ വന്നു പോകരുത് വിശ്വനാഥന്റെ സമക്ഷത്ത്. പള്ളിപ്പറമ്പിൽ അടക്കിപ്പോയതിന് എനിക്ക് തിരിച്ചു കിട്ടൂല. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ പുകച്ചിലും നീറ്റിലും മാറാൻ എനിക്ക് 5 അനുജന വേണം. അഴുത വേണ്ട, 1 മാസത്തേക്കുള്ളോണ്ട്. അപ്പൊ അപ്പേച്ചോട് ചോദിച്ച് പഠിക്കേ. അപ്പോ പഴയ സഹന സമര നായകന്റെ ഞരമ്പിലുള്ള തീയും തീപ്പൊരിയും ഒന്നും അണഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും. എടോ മൂപ്പീനെ, വല്ലാണ്ട് വയസ്സായി പോയി, വടി കുത്തിപ്പോയി താൻ. അപ്പൊ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന് പറഞ്ഞ എൻ്റെ സിനിമയിൽ ഞാൻ അദ്ദേഹത്തിന് അഭിനയിപ്പിച്ചിട്ടുണ്ട്. അത് അതിൽ നായികയുടെ അച്ഛനായിട്ടോ മറ്റാണ്, ഒരു കുടിയനായിട്ടുള്ളൊരു ക്യാരക്ടർ അദ്ദേഹത്തിന് അഭിനയിച്ചപ്പോൾ ഈ പഴയ ബന്ധമുണ്ട്, ഈ ദിലീപായിട്ടുള്ളൊരു കണക്ഷനുണ്ട്. പിന്നെ ഈ ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചതിൻ്റെ ഒരു ബന്ധമുണ്ട്. പിന്നെ നല്ല പരിചയമുണ്ട് ദിലീപ് വഴി, പിന്നെ നല്ല സൗഹൃദമുണ്ട്. അപ്പോൾ ഞാൻ ആ സിനിമയിലേക്ക് വിളിച്ച് അഭിനയിച്ചു. അപ്പോൾ കുറച്ച് സൂത്രങ്ങളുണ്ട് കയ്യിൽ. എന്നുവെച്ചാൽ സിനിമയിൽ അഭിനയിച്ചിട്ട് സിനിമയുടെ ടെക്നിക്കുകളൊക്കെ പുള്ളിക്ക് അറിയാം. അപ്പോൾ ഒരു രാത്രി ഒരു ഫൈറ്റ് സീക്വൻസ് നടക്കണം. അപ്പോൾ അതിൽ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്നു പോയാൽ മതി. പക്ഷേ ഇത് ഷൂട്ടിങ് ഇങ്ങനെ രാത്രി ഫുൾ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഒരു സ്ഥലത്ത് ദിലീപ് ഇദ്ദേഹത്തിനെ അടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞ് ആ ഷോട്ടിൽ, വൈറ്റ് ഷോട്ടിൽ ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ മെല്ലെ അഴിഞ്ഞ് വീടിനകത്തേക്ക് കയറിപ്പോകും. അപ്പോൾ ആ ഷോട്ട് തീരുന്നതിന് മുമ്പ് പുള്ളി അകത്ത് കയറിയാൽ പിന്നെയുള്ള ഷോട്ടുകളിൽ പുള്ളി വേണ്ട. അല്ലെങ്കിൽ പുള്ളി അവിടെ മറ്റു ഷോട്ടുകളൊക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പുള്ളി വേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് ഈ ഷോട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഔട്ട് പോയി. അപ്പോൾ ഇനി ഞാൻ അവിടെ വേണ്ടല്ലോ, അപ്പോൾ പുള്ളിക്ക് പോയി കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഞാൻ ഷോട്ടിനിടയിൽ കട്ട് പറഞ്ഞിട്ട് വർഗീസേട്ട അകത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് മനസ്സിലായി അത് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം അത് കഴിഞ്ഞിട്ടൊരു ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഫിനിഷ് ചെയ്യുന്നത് അദ്ദേഹത്തിലാണ് സീൻ. അപ്പോൾ അങ്ങനെയുള്ള ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അവന് ഞാൻ നല്ലോണം ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് ഈ സിനിമയുടെ സംവിധായകൻ, ഞാൻ പറയാതെ താങ്കൾ ഫ്രെയിമിൽ നിന്ന് ഔട്ട് പോകാൻ പാടില്ല, താങ്കൾ ഫ്രെയിമിൽ ഉണ്ടാവണം, അടുത്ത ഷോട്ടുകളിൽ താങ്കൾ വേണം, അപ്പോൾ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കറിയാം, നിങ്ങൾക്ക് അതൊക്കെ അറിയാം, പക്ഷെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ പോയ പോക്കെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ. അപ്പം വഴക്ക് കൂടിയെങ്കിലും നമ്മൾ തമ്മിൽ സൗഹൃദമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് രണ്ടാം ഭാവം എന്ന് പറഞ്ഞ സിനിമ
ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ തിലകൻ ചേട്ടന് സുഖമില്ലാണ്ടായി. ആ ഷൂട്ടിംഗ് പലതവണ മുടങ്ങി, പല ഷെഡ്യൂളുകളായിട്ട് ഞാൻ അങ്ങനെ. പക്ഷേ തിലകൻ ചേട്ടൻ ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ അന്ന് ന്യൂസുകളിലൊക്കെ വരാൻ തുടങ്ങി. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള അവസരമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ചന്ദ്രദിക്കാൻ ദിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ കണ്ടിട്ടില്ല പുള്ളീനെ അധികം. അങ്ങനെ ഒരിക്കലും ഏതൊരു ഹോട്ടലിൽ വെച്ചിട്ട് ലിഫ്റ്റിൽ വെച്ചിട്ട് വർഗീസ് ചേട്ടനെ കണ്ടു. അപ്പോൾ വർഗീസ് ചേട്ടൻ പറഞ്ഞു, തിലകൻ ചേട്ടന് സുഖമില്ലാണ്ട് നീ ആകെ കുടുങ്ങിപ്പോയില്ലേ? നമുക്ക് പറഞ്ഞു, ഞാൻ അത് എന്ത് ചെയ്യും? അപ്പോൾ പുള്ളിന് തിലകേട്ടനൊക്കെ എന്തെങ്കിലും പറ്റിയ പിന്നെ ആരാ ഉള്ളത് ആ റോളൊക്കെ ചെയ്യാം, പരമാവധി വേണമെങ്കിൽ എനിക്ക് ചെയ്യാം എന്ന് പുള്ളി പറഞ്ഞു. അതായത് ഈ സിനിമയുടെ ഇടയിൽ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ പിന്നെ തിലകേട്ടൻ്റെ റോള് ചെയ്യാൻ മൂപ്പരേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് പുള്ളി അത് പറഞ്ഞത്. ഈ ഒരു വിടുവായത്വം കൊണ്ട് അല്ലെങ്കിൽ സ്ലിപ്പ് ഓഫ് എ ടങ് എന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞു പോയതാണ്. അതൊക്കെ പറഞ്ഞു. പക്ഷെ തിലകൻ ചേട്ടൻ അസുഖം ഭേദമായി തിരിച്ചു വന്ന് പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മരിച്ചു പോയത്. NF വർഗീസ് ഇത് സംസാരിച്ച് കുറച്ച് കാലത്തിന് ശേഷം NF വർഗീസ് വളരെ അവിചാരിതമായിട്ട് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ വേറെ രീതിയിൽ നമ്മുടെ ലൈഫിൽ വരുന്നതിൻ്റെ സാക്ഷിയാണ് ഞാൻ. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളാണെന്നാണ് എൻ്റെ ഓർമ്മ. ആലുവയിൽ വീട് പണിതപ്പോൾ വീട് പാർപ്പിനൊക്കെ എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ പോയിരുന്നു. പുഴയുടെ തീരത്തൊരു നല്ല വീടൊക്കെ വെച്ചിരുന്നു. അതുപോലെ അദ്ദേഹം ഒരിക്കലും ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളൊരു ഗ്യാതറിങ്ങിൽ അപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ പെൺമക്കളെ വിദേശത്തേക്ക് അമേരിക്കയിലേക്ക് ഒന്നും കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. അന്ന് കെട്ടിക്കാറൊന്നായിട്ടില്ല, കുട്ടികൾ ചെറിയ കുട്ടികളാണ്. കെട്ടിച്ചു കൊടുത്ത തന്തമാർക്ക് മറ്റേ ഐസ് പെട്ടിയിൽ കിടക്കേണ്ടി വരും. കാരണം ഇവരവിടെ നിന്ന് എത്താൻ 2 ദിവസമാവും. അമേരിക്കയിലേക്ക് കെട്ടിച്ചെടുത്ത് അവർ നാട്ടിൽ വരാൻ 2 ദിവസമാവും. ആ 2 ദിവസം നമ്മൾ ഫ്രീസറിൽ കിടക്കേണ്ടി വരും. പുള്ളി പറഞ്ഞതാ. പക്ഷെ അത് തന്നെ സംഭവിച്ചു. മകളുടെ കല്യാണത്തിന് ശേഷം മകള് US പോയത്, മകളും ഭർത്താവും. അങ്ങനെ യു എസിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ മരിച്ച 1 ദിവസം 2 ദിവസം മോർച്ചറിയിൽ അദ്ദേഹത്തിൻ്റെ ബോഡി വയ്ക്കേണ്ടി വന്നു. ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് വർഗീസിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടതാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത്, നല്ല കഥാപാത്രങ്ങൾ ചെയ്തു. നാടകത്തിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് എത്ര ലെങ്തി ഡയലോഗും കാണാതെ പഠിച്ച് പ്രോംപ്റ്റിംഗ് ഒന്നും ഇല്ലാതെ പറയും. പിന്നെ വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള ഒരാളാണ്. മനസ്സിൽ എന്താണോ അത് അപ്പം തന്നെ പറയും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. മനസ്സിൽ തോന്നിയ കാര്യം നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടേ പുറത്ത് പറയുള്ളൂ. പുള്ളി അത് അങ്ങനെ തന്നെ പുറത്ത് പറയും. NF വർഗീസിൻ്റെ മരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭയങ്കര നിർഭാഗ്യകരമായ ഒരു സംഭവം. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറായിരുന്നു. വളരെ നന്നായി ഡയലോഗ് ഡെലിവറി ചെയ്യുന്നൊരു ആക്ടറായിരുന്നു. എനിക്കിതിങ്ങനെ ഈ ദിലീപ് വഴി ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് കാണുന്നതിന് മുമ്പേ നമുക്ക് അടുപ്പുണ്ടായിരുന്ന ഒരാളായിരുന്നു.